അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി വികാരി അച്ഛനെ ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്തു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമുക്കേവർക്കും പ്രിയങ്കരനായ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ, ഇവിടെ സന്ദേശം നൽകുന്നതിനായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട രാജീവ് കൊച്ചുപറമ്പിൽ, നമ്മോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് അച്ഛ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കൈക്കാരന്മാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രാമപുരം നിവാസികളെ, ഈ ഇടവക അംഗങ്ങളെ. പൂഞ്ഞാർ ഒരു സാധാരണ ഗ്രാമമാണ്. വളരെ ശാന്തമായി നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സംഘം നല്ല മനുഷ്യരുടെ ഒരു ഗ്രാമം. ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, ഇസ്ലാം മതവിശ്വാസികളുണ്ട്. ഇവരെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു പ്രദേശം. അവിടെ നിന്ന് നന്മകളല്ലാതെ മറ്റൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം, നമ്മുടെ ഈ രാജ്യത്തെ വളരെ ഉന്നതനായ ഒരു നേതാവ്, അദ്ദേഹത്തിന് ഒളിസങ്കേതം ഒരുക്കിയ നാടാണ് പൂഞ്ഞാർ. രാജാക്കന്മാരുടെ നാടാണ് പൂഞ്ഞാർ. ഏറെ മതസൗഹാർദ്ദം പുലർത്തുന്ന ഒരു പ്രദേശത്ത് വളരെ ഭംഗിയായി എല്ലാ ജനവിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ക്രൈസ്തവ ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അതേ സമയത്ത് വിദ്യാഭ്യാസപരമായും ആതുര മേഖലയിലുമെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടത്ര പരിഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഇന്നലെ ഏറെ അനിഷ്ടകരമായ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് നാം ഈ ദിവസത്തിൽ പത്രങ്ങളിൽ വായിച്ചു. പൂഞ്ഞാർ ഇടവകയില് ഇന്നലെ വെള്ളിയാഴ്ച ദിവ്യകാരുണ്യ ആരാധന നടക്കുകയാണ്. പള്ളിയിൽ നടത്തപ്പെടുന്ന ആരാധനയിൽ ധാരാളമായിട്ടുള്ള വിശ്വാസികൾ വന്ന് പങ്കുചേരുന്നു. ആ സമയത്ത് മനഃപൂർവമായ താല്പര്യത്തോടുകൂടെ ഒരു സംഘം ആളുകൾ പള്ളി മൈതാനിയിൽ വന്ന് അവരുടെ വാഹനങ്ങൾ റേസ് ചെയ്തുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട ഞാറക്കുന്നേൽ അച്ഛൻ ഇന്നലെ അവിടെ പോയിരുന്നു. കാര്യങ്ങളൊക്കെ അച്ഛൻ കൃത്യമായിട്ട് നേരിട്ട് കണ്ട കാര്യങ്ങൾ ഇവിടെ വിവരിക്കും. ഞാൻ കേട്ടറിഞ്ഞ കാര്യങ്ങളും ഇന്ന് പറഞ്ഞു കേട്ടതുമായ കാര്യങ്ങളാണ് അറിയിക്കുന്നത്. അവിടെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് വികാരി ജോസഫ് ആറ്റുചാലിൽ അച്ഛൻ, അദ്ദേഹത്തിന് വളരെയേറെ ബുദ്ധിമുട്ട് തോന്നിയ ഒരു സാഹചര്യത്തിൽ വളരെ സൗമ്യമായിട്ട് അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പള്ളിയിൽ പ്രാർത്ഥന നടക്കുകയാണ്, നിങ്ങളിവിടെ അസ്വസ്ഥത ഉണ്ടാക്കരുത്. ഒരു വൈദികൻ, അദ്ദേഹം വൈദികനായിട്ട് അധികം നാളുകളായിട്ടില്ല, പക്ഷേ വിശ്വാസ കാര്യങ്ങളിൽ ഏറെ താല്പര്യം പുലർത്തുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആ അച്ഛൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത വിധത്തിലും അവരോട് വളരെ സൗമ്യമായും പറയുന്നു, ഇവിടെ ആരാധന നടക്കുകയാണ്, നിങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കരുത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അവർ കേൾക്കാൻ തയ്യാറായില്ല. എവിടെ നിന്ന് വന്നു എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു സംഘം ആളുകൾ വാഹനങ്ങളുമായിട്ട് വന്ന് ആ ഇടവകം മൈതാനത്ത് കിടന്നുകൊണ്ട് അനാവശ്യമായിട്ടുള്ള അസ്വസ്ഥത സൃഷ്ടിച്ചപ്പോൾ അവര് ഇറങ്ങിപ്പോകുന്നില്ല എന്ന് കണ്ട സമയത്താണ് അച്ഛൻ ഗേറ്റ് പൂട്ടാനായിട്ട് ചെന്നത്. ആ സമയത്ത് ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അച്ഛനെ ഇടിച്ചു വീഴ്ത്താനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ വലത് കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വീണ്ടും അടുത്ത വാഹനം വന്ന് അദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ചു എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. കൃത്യമായിട്ട് നമ്മുടെ അച്ഛൻ സൂചിപ്പിക്കുകയും ചെയ്യും. ക്രൈസ്തവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്, മറ്റെല്ലാ ആളുകളെ പോലെ തന്നെ. ഇത് മതപരമായിട്ടുള്ള ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
പകരം ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘം ആളുകൾ ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ നിലയ്ക്ക് നിർത്തേണ്ടവര് അതിനനുസരിച്ച് പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. ഓരോ സംഭവവും ഉണ്ടാകുമ്പോഴും അത് ക്രൈസ്തവരുടെ നേർക്കല്ലേ, കുഴപ്പമില്ല, അവരാരും പ്രതികരിക്കാൻ പോകുന്നില്ല, എതിർക്കാൻ പോകുന്നില്ല, അവരോട് എന്ത് ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഈ സംസ്ഥാനത്തും മറ്റ് പ്രദേശങ്ങളിലെല്ലാം വെച്ച് പുലർത്തുന്ന ഒരു സാഹചര്യം ഈ അടുത്ത സമീപ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു. ആ ഒരു മനോഭാവത്തിന്റെ ഭാഗമാണ് ആ തീവ്രവാദികളോ അല്ലെങ്കിൽ ഉപദ്രവകാരികളോ അല്ലെങ്കിൽ ശല്യക്കാരായിട്ട് വന്ന ആ യുവാക്കന്മാരും അവരുടെ കൂട്ടത്തില് കുട്ടികളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരവിടെ ശല്യമുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഏറെ ദുഃഖകരമായി. ആ ഒരു സംഭവത്തെ ഇന്നലെ മുഴുവനും ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചാനലുകളും എല്ലാം റിപ്പോർട്ട് ചെയ്തു. ഏതായാലും ഈ ഒരു പ്രശ്നത്തില് കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ള എല്ലാവരുടെയും ആവശ്യം, സഭയുടെ മാത്രമല്ല അറിയാവുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യം അംഗീകരിക്കുവാൻ ഒരു പരിധി വരെ അധികാരികൾ തയ്യാറായിട്ടുണ്ട് എന്നതിൽ ഏറെ സമാധാനമുണ്ട്. സന്തോഷമെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ പങ്കുചേർന്ന എല്ലാവരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. ആ ഒരു ആവശ്യമാണ് ഇന്നേ ദിവസം ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒന്നുചേർന്ന് അർപ്പിക്കുന്നത്. ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ അത് പൂഞ്ഞാറിൽ മാത്രമല്ല, ഈ ഭാരതം മുഴുവനും അതിന്റെ അലയൊലികള് വർഷങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മണിപ്പൂരിലുണ്ടായ ആ ക്രൂരമായ അവസ്ഥകള് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും കോടതി പോലും ആ ഒരു കാര്യത്തിൽ ഭിന്നമായ ഒരു നടപടി സ്വീകരിച്ചു എന്നുള്ളത് ഇന്നലെ പത്രങ്ങളിൽ നമ്മൾ വായിച്ചു. അവരെ സ്വീകരിച്ച ഒരു പ്രശ്നം, അതായത് സംവരണം കൊടുക്കണം എന്നുള്ള ആ താല്പര്യം ശരിയായിരുന്നില്ല എന്ന് കോടതി മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ കോടതി അതിന് വേറൊരു രീതിയിലുള്ള ഒരു വിധിയാണ് വന്നത്. അവർ ചെയ്തത് ശരിയല്ല എന്നുള്ള ഒരു താല്പര്യം അവരെടുത്തു. അത് എപ്പോഴാണ് എടുത്തതെന്ന് ഓർക്കുക. 350ഓളം പള്ളികൾ തകർക്കപ്പെട്ടു, 1000-നടുത്ത ആളുകൾ കൊല്ലപ്പെട്ടു, അനേകം കുടുംബങ്ങള് വീടുകളില്ലാതെ പലയിടങ്ങളിലായിട്ട് അഭയം തേടുന്ന അവസ്ഥ വന്നു. അനേകം ആളുകൾ പരിക്കേൽപ്പിക്കപ്പെട്ടു. കൊള്ളയും കൊള്ളിവെപ്പും അപകടവും കലാപവും എല്ലാം അഴിച്ചുവിട്ടിട്ടും വേണ്ടത്ര ജാഗ്രത പുലർത്തുവാനായിട്ട് ഈ രാജ്യത്തെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകളോ തയ്യാറാകാത്തത് കൊണ്ടാണ് അവിടെ ഈ സംഭവം ഉണ്ടായതെങ്കിൽ അതിന്റെ ബാക്കി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ്. ആസാമില് ഈ നാളുകളിലുണ്ടായ കാര്യങ്ങൾ പത്രങ്ങളിൽ നമ്മൾ വായിച്ചു. ഞാൻ അവിടെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അവിടുത്തെ മുഖ്യമന്ത്രി ആരാണ് എന്ന് പത്രം വായിക്കുന്നവർക്കറിയാം. അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ആർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. അദ്ദേഹം ഈ അടുത്ത നാളിലോ ഒരു ഉത്തരവ് കൊടുത്തിരിക്കുന്ന ഇതാണ്: വൈദികരും കന്യാസ്ത്രീകളും അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല. സ്കൂളുകളിൽ, അവര് നടത്തുന്ന സ്കൂളുകളിൽ ക്രൈസ്തവ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ക്രൈസ്തവർക്ക് വ്യത്യാസം എന്താണുള്ളത് എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ക്രൈസ്തവർക്കുണ്ട്. ആ അവകാശങ്ങളുടെ ഭാഗമാണ് ആർട്ടിക്കിൾ 30 പറഞ്ഞിരിക്കുന്നതനുസരിച്ച്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30 പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വിശ്വാസം പ്രകടിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം. ആ അവകാശത്തെയാണ് അവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതിനെതിരെ ആരും ഇതുവരെയും ശബ്ദമുയർത്തിയിട്ടില്ല. അവിടെ പ്രവർത്തിക്കാനുള്ള അവകാശത്തെ എതിർക്കാനായിട്ട് ഈ രാജ്യത്ത് നിയമമില്ല എങ്കിലും നിയമം ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമമാണ് നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഏതു വിധത്തിലും ഈ ഒരു വിഭാഗത്തെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള താല്പര്യമെടുക്കുന്ന ജനവിഭാഗങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. കർണാടകത്തിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്, ഗുജറാത്തിലുണ്ട്,
ഇങ്ങനെ ഇന്ത്യയുടെ ഓരോ പ്രദേശവും ഓരോ സംസ്ഥാനവും എടുത്തു നോക്കിയാൽ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് ഒരു സംഘം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് വ്യത്യസ്തമായ രീതികളിൽ. നമ്മൾ അറിയണം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങള് ഏത് രീതിയിലാണ് ഈ നിലയിലെത്തിയത്. അവിടെ ഗോത്രവർഗക്കാര്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗോത്രവർഗത്തിൽപ്പെട്ടവര്, അവര് ഹൈന്ദവരും ക്രൈസ്തവരും ഒന്നും ആയിരുന്നില്ല, ഗോത്രവർഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ ഇടയിലേക്ക് അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകുന്നതിന്, അവർക്ക് ആവശ്യമായ ആതുര ശുശ്രൂഷ നൽകുന്നതിന്, അവർക്ക് ആവശ്യമായ ബോധവൽക്കരണം നൽകുന്നതിന് തയ്യാറായിക്കൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ധാരാളം ആളുകൾ മിഷണറിമാരായിട്ട് അവിടെ ചെന്നു. 7 സംസ്ഥാനങ്ങളും സിക്കിം പ്രദേശം ഉൾപ്പെടെയുള്ളതും ആസാം ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളെയും വളർത്തിയെടുത്തത് ക്രൈസ്തവ സമൂഹമാണ്. ആർക്കും നിഷേധിക്കാനാവാത്തൊരു യാഥാർത്ഥ്യമാണത്. ആ ഒരു സമൂഹത്തോടാണ് ഇന്ന് മല്ലടിക്കാനായിട്ട് ചില സമൂഹങ്ങൾ തയ്യാറാകുന്നത്. ഇതൊക്കെയും ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നത് വീണ്ടും വീണ്ടും തലയിൽ കയറാനായിട്ട്, കുതിര കയറാനായിട്ടുള്ള അവകാശങ്ങളായിട്ടും സാഹചര്യങ്ങളായിട്ടും മാറ്റപ്പെടുന്നു എന്നത് ഏറെ ദുഃഖകരമാണ്. അതിൽ പ്രതിഷേധമുണ്ട്. അതിന് ശക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുമെന്നുള്ള ഒരു സന്ദേശം നൽകുക എന്നതാണ് ഈ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ക്രൈസ്തവ സമൂഹം എവിടെയുണ്ടോ അവിടെയെല്ലാം സംരക്ഷണം നൽകും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഭരണഘടന എഴുതിയ ഭരണഘടനാ ശില്പികൾ അന്നേ തന്നെ നൽകിയിട്ടുള്ളതാണ്. ആ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ നമ്മളിവിടെ ചോദിക്കുന്നുള്ളൂ. ഇവിടെ ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല, ആരുടെയും ഔദാര്യത്തിലല്ല ഇവിടെ ജീവിക്കുന്നത്. ജനിച്ചു വളർന്ന മണ്ണില് ജീവിക്കാനുള്ള അവകാശം, ജനിച്ചു വളർന്ന മണ്ണില് പ്രവർത്തിക്കാനുള്ള അവകാശം, ജനിച്ചു വളർന്ന മണ്ണില് വിശ്വാസം പ്രകടിപ്പിക്കാനുള്ള അവകാശം. ആ അവകാശത്തെ എതിർക്കാനായിട്ട് ആര് തയ്യാറായാലും, ക്രൈസ്തവ സമൂഹം ഒരാളെങ്കിലും അവസാനമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്തിരിക്കും. കാരണം ക്രിസ്തുവിന്റെ അനുയായികളാണ് ഇവരെല്ലാം. ആ ഒരു ശക്തിയുണ്ട്, ഈശോയുടെ ശക്തിയുണ്ട്. ആ ശക്തിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് കുരിശുമരണം നേരെ കണ്ടപ്പോഴും ഒരു എതിർപ്പും കൂടാതെ ആ കുരിശിലേക്ക് നടന്നു കയറിയവന്റെ പിന്നാലെ വന്നവരാണ്. അതുകൊണ്ട് സഹനത്തിനോ ത്യാഗത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില അവകാശങ്ങൾ അത് തന്നേ മതിയാകൂ. ആര് ഭരിച്ചാലും വേണ്ടില്ല, ആര് ഏത് സംസ്ഥാനത്ത് ഭരിച്ചാലും വേണ്ടില്ല, ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട അവകാശം ലഭിച്ചേ മതിയാകൂ. ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഈ കേരളത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം ആരാണ് ഏറ്റവും അധികം പ്രവർത്തിച്ചിട്ടുള്ളത്, ഏറ്റവും അധികം സംഭാവനകൾ നൽകിയിട്ടുള്ളത്? മറ്റാരുമല്ല, അത് ക്രൈസ്തവരാണ്. 1805 മുതൽ 1873 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് വളർച്ചയുടെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് മറ്റാരുമല്ല, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. അദ്ദേഹം ഇവിടെയുള്ള എല്ലാ വിഭാഗം ആളുകളെയും മനസ്സിലാക്കി എല്ലാവർക്കും കൊടുക്കേണ്ടതായ വിദ്യാഭ്യാസം, അതായത് വരേണ്യ വർഗത്തിന് മാത്രമായിട്ട് കരുതിയിരുന്ന സംസ്കൃത വിദ്യാഭ്യാസം എല്ലാ വിഭാഗം ആളുകൾക്കും പങ്കുവെക്കുന്നതിന് വേണ്ടി മാന്നാനം കുന്നിലെ സ്കൂള് സ്ഥാപിച്ചത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. ആ അച്ഛൻ തന്നെയാണ് എല്ലാ വിഭാഗം ആളുകളെയും ഒരേ ബെഞ്ചിലിരുത്തി പഠിപ്പിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തത്. അവിടെ ജാതി വ്യത്യാസമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അതുവരെ വരേണ്യവർഗം മാത്രം പഠിച്ചിരുന്ന സംസ്കൃതം ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും പഠിച്ചു തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കാരണം ഇതൊന്നും ഇന്നത്തെ സാംസ്കാരിക രംഗത്തോ അല്ലെ സാംസ്കാരിക നേതാക്കന്മാരുടെ കൂട്ടത്തിലോ ആരും അംഗീകരിക്കുന്ന കാര്യമായിട്ട് കടന്നു വരാത്തത് കൊണ്ടാണ് ആ ഒരു കാര്യത്തിന് ഞാനിവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുക. ഈ കേരളത്തില് സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് ഒന്നുണ്ടെങ്കിൽ അത് തുടങ്ങി വെച്ചത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിച്ചത് സ്ത്രീകൾക്ക് കൂടി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്ത്രീകളുടെ സന്യാസ ഭവനങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ട് അനേകം കുടുംബങ്ങളിലെ സ്ത്രീ ജനങ്ങൾക്ക് പഠിക്കാനും വളരാനും അവരുടെ വ്യക്തിത്വം തിരിച്ചറിയാനും അവസരം ഉണ്ടാക്കി കൊടുത്തത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. അതിനുശേഷമേ കേരളത്തില് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കാൻ മറ്റുള്ള സമൂഹങ്ങളും സമുദായങ്ങളും വ്യക്തികളും എല്ലാം തയ്യാറായിട്ടുള്ളൂ എന്നതും യാഥാർത്ഥ്യമാണ്.
അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനമാണ് ഈ കേരളത്തെ വളർത്തിയെടുത്തത്. അദ്ദേഹമാണെന്ന് ഓർക്കണം സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യാനായിട്ട് ആദ്യം ആരംഭിച്ചത്. പഠനത്തിനായിട്ട് വരുന്ന കുട്ടികൾക്ക് വിശക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച സ്കൂളുകളിലെല്ലാം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള, സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുത്തു. സൗജന്യമായിട്ട് വസ്ത്രം കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ആ അവസ്ഥകളെല്ലാം ഇന്നും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ യൂണിഫോം ഉണ്ട്, ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അന്ന് തുടങ്ങിയത് അതേ വിധത്തിൽ തന്നെ ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ ഒക്കെയും ഫലമാണ് നമ്മുടെ ഈ കേരളം ലോകമെങ്ങും അറിയപ്പെടുന്ന, നമ്മുടെ രാജ്യത്ത് അറിയപ്പെടുന്ന ഏറ്റവും സാക്ഷരത നിറഞ്ഞ രാജ്യമായിട്ട്, സംസ്ഥാനമായിട്ട് മാറുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകരുത്. അതൊക്കെ മറക്കുന്ന ചില ആളുകള്, ചില തൽപരകക്ഷികള്, ചില ദ്രോഹബുദ്ധികൾ ഉള്ളവര് ഈ സംസ്ഥാനത്ത് വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്നലെ പൂഞ്ഞാറിൽ സംഭവിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർക്കണം, ഈ കേരളത്തിൽ ആതുര ശുശ്രൂഷ ആരംഭിച്ചത് ആരാണ് എന്നുള്ളത്. ഇവിടെ രോഗികൾക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള ചികിത്സകളൊക്കെ നാട്ടുവൈദ്യന്മാരെ നടത്തിയപ്പോൾ കൃത്യമായിട്ട് ആശുപത്രി സ്ഥാപിച്ചത് ഈ കത്തോലിക്ക സമുദായമാണ്. കൊല്ലത്ത് 1824 കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ആശുപത്രി സ്ഥാപിക്കുന്നത്. അതും വിദേശത്ത് നിന്ന് വന്ന കന്യാസ്ത്രീകളാണ് അത് ആരംഭിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇവിടെ ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ടവരായ പെൺകുട്ടികള് നേഴ്സിംഗ് മേഖലയിലേക്ക് വന്നത്. ആ നേഴ്സിംഗ് മേഖല ഇന്ന് ഇന്ത്യ മുഴുവനും ലോകം മുഴുവനുമായിട്ട് വ്യാപിച്ചെങ്കിൽ അതിന് കാരണക്കാരായി തീർന്നത് മറ്റാരുമല്ല, ക്രൈസ്തവ സമൂഹമാണ്, കത്തോലിക്ക സമൂഹമാണ്. ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ ഈ സമൂഹം ഈ രാജ്യത്തിനും നമ്മുടെ ഈ കേരളത്തിനും വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ആ സേവനം ചെയ്യുന്നവരെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ കണ്ടു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഏറെ വേദനയുണ്ടാക്കിയ സംഭവമാണ് ഒരു ചെറിയ കൊച്ചച്ഛൻ, ആരോഗ്യം പോലും ഇല്ലാത്ത ഒരു സാധാരണ വൈദികൻ. അദ്ദേഹത്തിന് ഇവരോട് ആരോടും ഏറ്റുമുട്ടാനോ കൈ ചൂണ്ടിക്കൊണ്ടൊരു കാര്യം വളരെ ഉറക്കെ പറയാനോ കഴിവില്ലാത്ത തരത്തിൽ അത്രമാത്രമൊക്കെ ആരോഗ്യമേ ഉള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹം ചെന്ന് വളരെ വിനീതമായിട്ട് പറയുകയാണ്, ഞങ്ങളുടെ പള്ളിയിൽ ആരാധന നടക്കുകയാണ്, നിങ്ങളിവിടെ ബഹളം ഉണ്ടാക്കരുത്. അത് കേൾക്കാൻ തയ്യാറാകാതെ അദ്ദേഹത്തെ ആക്രമിക്കാനും വധിക്കാനുമുള്ള ഒരു വലിയ പരിശ്രമമാണ് അവിടെ നടന്നത്. അദ്ദേഹം ഇന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ അച്ഛനെ ഇന്നലെ വൈകിട്ടും ഇന്നുമൊക്കെയായിട്ട് അനേകം ആളുകൾ പോയി സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആരോടും പരാതിയില്ല, പരിഭവമില്ല, വിരോധമില്ല. അതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാകത്തില്ല. ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനിയും ഉടനെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അതിനെതിരെ ശബ്ദമുയർത്തുക എന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ക്രൈസ്തവ മനസാക്ഷിയുടെയും ആവശ്യമാണ്. ആ ഒരു ആവശ്യമാണ് ഞങ്ങളിവിടെ ഉണർത്തുന്നത്.